ഈ സുമയുടെ ഒരു കാര്യം, വാതിലൊന്നും അടയ്ക്കാതാണോ കിടക്കാൻ പോകുന്നത്? ഇതിപ്പോൾ ഞാൻ കണ്ടതുകൊണ്ട് നന്നായി, അല്ലെങ്കിൽ ആരടച്ചേനെ വാതില്? അതിലിപ്പോൾ എനിക്ക് ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ. ഉമ്മേനോട് ചോദിക്കണം. ഉമ്മയാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. അതിനു മുമ്പേ എക്കയോട് എല്ലാം പറയണം. ഉമ്മ സമ്മതിക്കുമോ എന്ന് എനിക്ക് അറിയില്ല, എന്നാലും ഒന്ന് ചോദിച്ചു നോക്കാം. സമ്മതിക്കാൻ വഴിയൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ടൂറിനെ കുറിച്ചായിരിക്കുമല്ലോ മുഴുവൻ നേരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വരാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ ടൂറിന് പോകണം കേട്ടോ. എന്തായാലും ടീച്ചറൊന്ന് ചോദിച്ചു നോക്ക്. ഉമ്മ സമ്മതിക്കുവാണെങ്കിൽ ടീച്ചർക്ക് ഞങ്ങളുടെ കൂടെ വരാലോ. അതൊക്കെ പോട്ടെ, ടീച്ചറിന്റെ ഹസ്ബൻഡ് ടീച്ചറിനെ ടൂറിന് വിടാൻ സമ്മതിച്ചോ? എന്താ ഹസ്ബൻഡിന്റെ അഭിപ്രായം? ടീച്ചർ വരുന്നുണ്ടെങ്കിൽ നാളെ തന്നെ അറിയിക്കണേ. സജീവിന് കുറെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യാനുള്ളതാ. ഇനിയിപ്പോൾ സുമയ ടീച്ചർ വന്നില്ലെങ്കിൽ അർപ്പിതിന് നല്ല വിഷമാവൂലോ. ടീച്ചർ ഒന്ന് വന്നാൽ മതിയായിരുന്നു ടൂറിന്. ഉമ്മ സമ്മതിക്കാൻ ഒരു ചാൻസും ഇല്ല. എന്നാലും ഒന്ന് ചോദിച്ചു നോക്കാം. എന്റെ ആവശ്യമായി പോയില്ലേ. ഞാൻ സന്തോഷിക്കുന്നത് ഉമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടല്ലേ ഉമ്മ എന്തെങ്കിലുമൊക്കെ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എപ്പോഴും. മിക്കവാറും ഈ ടൂറിന് എന്നെ എന്തെങ്കിലും പറഞ്ഞു വിടാതിരിക്കും. ഉമ്മേനോട് ചോദിക്കുന്നതിന് മുമ്പ് ഇക്കനോടൊന്ന് ചോദിച്ചു നോക്കാം. ഇക്ക സമ്മതിച്ചാൽ പിന്നെ ഉമ്മയ്ക്ക് വിടാതിരിക്കാൻ പറ്റില്ലല്ലോ. അല്ല സുമയ, എന്തെങ്കിലും കാര്യത്തിന് ഞാൻ എന്നെ സമ്മതിക്കാതിരുന്നിട്ടുണ്ടാ? എനിക്ക് ഇഷ്ടമുള്ളിടത്ത് പോവാം, ഇഷ്ടമുള്ളപ്പോൾ വരാം. എല്ലാം എൻ്റെ ഇഷ്ടം പോലെ ചെയ്താ. ഞാൻ സമ്മതിച്ചത് കൊണ്ട് മാത്രം നിനക്ക് പോകാൻ പറ്റില്ലല്ലോ. നീ ഒന്ന് ഉമ്മാനോടും കൂടി ചോദിച്ചു നോക്ക്. നിന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ കുറച്ച് പൈസ ഇട്ട് തരാം. കുറേ ദൂരം യാത്ര പോകാനുള്ളതല്ലേ, എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ തോന്നൂല്ലേ നിനക്ക്? എനിക്കറിയായിരുന്നു ഇക്ക ഇത് തന്നെ പറയുന്നു. ഇനിയിപ്പോൾ ഇമ്മേനോട് ചോദിച്ചു നോക്കണം. അത്രയ്ക്കൊന്നും പറയണ്ടായിരുന്നു ഉച്ചയ്ക്ക്. ഉമ്മ എന്താണോ വിചാരിച്ചിട്ടുണ്ടാവുക? ഉമ്മ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് പോലും ഇല്ല. ഞാൻ വെറുതെ ഉണ്ടാക്കി പറഞ്ഞത് കുറച്ചൊക്കെ. ഉമ്മ മിക്കവാറും കിടന്നു കാണും. ഇന്ന് ചോദിച്ചാലല്ലേ അവരോട് നാളെ പറയാൻ പറ്റുള്ളൂ. കിടന്ന ആളെ എണീപ്പിച്ചിട്ടാണെങ്കിലും ചോദിച്ചേ പറ്റൂ. ഉമ്മാനോട് ചോദിക്കാൻ തന്നെ പേടിയാകുന്നു. പക്ഷെ ചോദിക്കാതിരിക്കാനും പറ്റൂല. എന്താ സുമയ, നിനക്ക് ഉറക്കമൊന്നുമില്ലേ? രാവിലെ എണീറ്റ് സ്കൂളിൽ പോയി കുട്ടികളെ പഠിപ്പിക്കാനുള്ളതല്ലേ, ഇങ്ങനെ നടന്നാൽ മതിയാ? അത് 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 പിന്നെ ഉമ്മ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. നമ്മൾ തമ്മിൽ ഈ ഫോർമാലിറ്റിയുടെ ഒക്കെ ആവശ്യമുണ്ടോ? ഒന്നുമില്ലെങ്കിലും ഒരേ വീട്ടിൽ തന്നെ താമസിക്കുന്നവരല്ലേ നമ്മള്. ഇപ്പോഴൊന്ന് സമാധാനായേ. ഉമ്മയ്ക്ക് എന്നോട് ദേഷ്യമൊന്നും ഇല്ലല്ലേ. ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ച്. ഉമ്മക്ക് അറിയില്ലേ, അപ്പു മോനെ അർപ്പിതിന് ഓന്റെ പേരൻസ് ഒരു ടൂർ പോവാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഉമ്മ സമ്മതിക്കുമായിരുന്നെങ്കിൽ എനിക്കും അവരുടെ കൂടെ പോവായിരുന്നു. ഒരു രസമല്ലേ ഇതൊക്കെ. എല്ലാവർക്കും നല്ല ഫ്രീഡം കൊടുക്കുന്ന ഫാമിലി എൻ്റേത്. ബാക്കിയുള്ള ഫാമിലികളെ പോലെ ഒന്നും അല്ല. പക്ഷെ നീ അങ്ങനെ ഒറ്റയ്ക്ക് പോകണ്ട. എന്നെ നീ കൂടെ കൊണ്ടുപോകണം. എന്നെയും കൂടെ കൂടെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ മാത്രം നീ പോയാൽ മതി. അവരോടൊന്ന് ചോദിച്ചു നോക്ക്, എൻ്റെ ഉമ്മേനെ കൂടെ ഒന്ന് കൊണ്ടുപോകാൻ പറ്റുമോന്ന്. ഓക്കെ ഉമ്മ, ഞാനൊന്ന് ചോദിച്ചു നോക്കാം. അവര് സമ്മതിക്കുമോന്ന് അറിയില്ല, എങ്കിലും ഒന്ന് ചോദിക്കാം. എത്ര കാലം എന്ന് വെച്ചാൽ വീട്ടിലിങ്ങനെ ഇരിക്കുന്നത്? ഇടയ്ക്കൊക്കെ നമുക്കൊന്ന് പുറത്ത് പോകണ്ടേ? എൻ്റെ മോനാണെങ്കിൽ അങ്ങനെ ഒരു ചിന്തയേ ഇല്ല. ഈ പാവ ഉമ്മേനെ ഓൻ്റെ ഭാര്യേനെ ഒന്ന് ഇടയ്ക്കൊന്ന് ടൂർക്ക് കൊണ്ടുപോകണ്ടേ? ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുമ്പോൾ അല്ലേ നമുക്കൊന്ന് പോകാൻ പറ്റുള്ളൂ പുറത്തൊക്കെ. മോൾ അവരെ ഒന്ന് ഫോൺ വിളിച്ച് നോക്ക്. ഈ ഇമ്മാനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നൊന്നും അറിയാലോ. ഞാൻ എന്തായാലും ചോദിച്ചു നോക്കാം ഉമ്മ. അവര് സമ്മതിക്കുമെന്നൊന്നും എനിക്കറിയില്ല. സമ്മതിച്ചാൽ നിനക്ക് തന്നെ കൊള്ളാം. അല്ലാതെ നിന്നെ ഒറ്റയ്ക്കൊന്നും ഞാൻ വിടില്ല ഇവിടുന്ന്. അവളുടെ ഒരു ആഗ്രഹം കണ്ടില്ലേ, ടൂർ പോകണം പോലെ. ടൂർ അതും എന്നെ കൂട്ടാതെ. നീ ഇവിടുന്ന് ടൂർ പോകുന്നുണ്ടെങ്കിൽ എന്നെ കൂട്ടിയിട്ട് പോയാൽ മതി. അയ്യോ, ഉമ്മാനെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് ചോദിക്കാൻ മറന്നുപോയല്ലോ. സാരമില്ല, അപ്പു ഇവിടെ ഉണ്ടല്ലോ, അവനോട് ചോദിക്കാം. സ്റ്റെഫിനോട് ചോദിച്ചു നോക്കാം അപ്പു എവിടെയാന്ന്. മോളെ, സ്റ്റെഫി മോളെ ഒന്ന് നിന്നേ. എന്താ ടീച്ചറെ? ടീച്ചർ എന്തിനാ വിളിച്ചേ? ഒന്നുമില്ല മോളെ, അപ്പുവിനെ കണ്ടോന്ന് ചോദിക്കാൻ വിളിച്ചതാ. നീ അവനെ എവിടെയെങ്കിലും കണ്ടായിരുന്നോ? അപ്പു ദേ അവിടെ നിൽക്കുന്നുണ്ട്, ഞാനിപ്പോ കണ്ടതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു മോളെ. അപ്പുവിനോട് ചോദിച്ചു നോക്കാം. എന്നാലും എനിക്ക് മടിയാകുന്നു. അവൻ എന്നെ മാത്രമല്ലേ കൊണ്ടുപോവാന്ന് പറഞ്ഞേ. ഇനി എങ്ങനെ ഉമ്മാനെ കൂടി കൊണ്ടുപോവാന്ന് ചോദിക്കുന്നേ? അപ്പു മോനെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ടൂറിന് വിടാൻ ഇക്ക സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഉമ്മ പറഞ്ഞു ഞാൻ പോകുമ്പോൾ ഉമ്മാനെയും കൂടെ കൊണ്ടുപോകണമെന്ന്, അല്ലെങ്കിൽ ഉമ്മ തന്നെ ആവൂലേന്ന്. അത് കുഴപ്പമില്ല ടീച്ചറെ, നമ്മളെന്താണെങ്കിലും ട്രെയിനോ ബസ്സിനോ അല്ല പോവുക. അപ്പൊ പിന്നെ സ്ഥലത്തിന്റെ പ്രശ്നമില്ലല്ലോ. ഇതെന്റെ പീരീഡ് അല്ലേ, ബാ നമുക്ക് ക്ലാസ്സിൽ പോവാലോ.